Next up, programming languages. For computer programs languages main category divide. Main categories first one machine language. Machine language machine language binary code use zeros and ones machine instructions computer is an electronic device. There are two states, on and off. Those states represent zeros and ones. Every instruction on off position light, that zeros and ones in the machine language. That is computer readable code. Human beings use അതുകൊണ്ട് തന്നെ ആ ഒരു കോഡിൽ നിന്ന് കുറച്ചുകൂടി അതായത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു. മെഷീൻ ലാംഗ്വേജിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് യൂസേഴ്സിന് ഹ്യൂമൻ ബീങ്സിന് കുറച്ചുകൂടി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചത് അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെഷീൻ ലാംഗ്വേജിനകത്ത് ഉപയോഗിച്ചിരുന്ന കോഡുകൾ ബൈനറി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് എബ്രിവേഷൻസ് ഉപയോഗിച്ചിട്ട് ന്യൂമോണിക്സ് ഉപയോഗിച്ചിട്ട് എഴുതുന്ന കോഡിനെയാണ് എന്ത് പറയുന്നത് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ മൂവ് A, B എന്ന് കൊടുക്കുകയാണെങ്കിൽ B എന്ന് പറയുന്ന രജിസ്റ്ററിലുള്ള കണ്ടന്റ് എയിലേക്ക് കോപ്പി ചെയ്യുക എന്നുള്ള മീനിങ്. അപ്പം ഇവിടെ മൂവ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും BCD കോഡ് ഹെക്സാ കോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹെക്സാ കോഡ് ഉപയോഗിച്ചിട്ട് അതായത് മെഷീൻ ലാംഗ്വേജിനകത്തുള്ള കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാ കോഡാണ്. ആ ഹെക്സാ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എബ്രിവേഷൻസ് യൂസ് ചെയ്യുന്നു. അപ്പോൾ എബ്രിവേഷൻസ് ഉപയോഗിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത് അസംബ്ലി ലാംഗ്വേജസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഈ ഹൈ ലെവൽ ലാംഗ്വേജസിനകത്ത് പൊതുവെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ കേസിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് വരുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജസിനെയാണ് എന്ത് പറയുന്നത് ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എബ്രിവേഷൻസിനൊക്കെ പകരമായിട്ട് നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ A=B ഈ ഒരു രീതിയിലേക്ക് എഴുതാൻ പറ്റുന്നത്. അതായത് മൂവ് A, B എന്നുള്ളതിന് പകരം A=B ഈ ഒരു രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് കുറച്ചുകൂടി ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ് ഓഫ് 4GLs. ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ് ഓഫ് 4GLs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ പ്രോഗ്രാമർ പ്രൊഫഷണൽസിന് കൂടി ഹൈ കമ്പ്യൂട്ടിംഗ് പവർ പ്രൊവൈഡ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് എൻ്റെ ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ദ ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് DBMS ആൻഡ് ഗ്രാഫിക്സ് ജനറേറ്റർ, സ്റ്റാറ്റിക്കൽ അനാലിസിസ് ഫങ്ഷൻസ് എക്സെട്ര ആർ ദ മെയിൻ കാറ്റഗറീസ് ഓഫ് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ്. അതിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന DBMS പാക്കേജ് എന്ന് പറയുന്നത് ഒരാക്കിൾ ഉണ്ട്, SQL ഉണ്ട്, ആക്സസ് എക്സെട്ര ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്കറിയാം SQL-നകത്താണെങ്കിലും ഒറാക്കിളിനകത്തൊക്കെ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ക്വറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാമിങ്ങിനെ പറ്റി കറക്റ്റായിട്ട് അറിയണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിൽ തന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ പറയണം. അപ്പോൾ എനിക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടണം, അതിൽ നെയിം എന്ന് പറഞ്ഞാൽ ക്ലാസ് നെയിം = MSc എന്നാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് എന്ത് കൊടുക്കാം, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് അല്ലെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം നമ്മളൊരു ടേബിൾ നെയിം സ്പെസിഫൈ ചെയ്യുകയാണ്. ഇപ്പം MScക്കാരുടെ PG എന്നാണ് ടേബിൾ നെയിം എങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം PG കോഴ്സ് = MSc CS അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ MSc CS ആയിട്ട് കോഴ്സ് എൻറോൾ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അത് ശരിക്കും ഒരു പ്രോഗ്രാമിങ്ങിനെ പറ്റി വലിയ നോളജൊന്നും ഉണ്ടാവണമെന്നില്ല. അത് എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് റെക്കോർഡ്സ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതെന്നൊന്നും അറിയണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് ക്വറീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. These are designed to make high computing power available to non-programmer professionals.
Okay, then next one, 5th generation languages. Next up, 5th generation languages of 5GLs. ഈ 5th generation languages മെയിനായിട്ട് ബേസ് ചെയ്യുന്നത് എക്സ്പേർട്ട് സിസ്റ്റംസിനെയാണ്. അതായത് നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ഓൺ സിസ്റ്റംസ് ആണ് 5th generation languages യൂസ് ചെയ്യുന്നത്. ഓക്കെ, these are the computer languages based on concepts of expert systems, knowledge based systems and natural language processing. The expert system development languages like Lisp are the examples of 5th generation language. അപ്പോൾ 5th generation languages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്കറിയാം റോബോട്ടിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ്. അല്ലെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ ഉള്ളത് ഇപ്പം നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഒരാൾക്കുള്ള അസുഖം എന്താണെന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ്. അതെല്ലാം എന്താണ് മെയിനായിട്ട് അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എക്സ്പേർട്ട് സിസ്റ്റം അല്ലെങ്കിൽ നോളജ് ബേസ്ഡ് സിസ്റ്റംസ്. എക്സ്പേർട്ട് സിസ്റ്റം എന്താണ്, നോളജ് ബേസ്ഡ് സിസ്റ്റം എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പിന്നീട് പഠിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും ഓർത്ത് വയ്ക്കുക. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് എന്തിൽ വരുന്നത്, 5th generation ലാംഗ്വേജസിനകത്ത് വരുന്നത്. ഇവിടെ കൂടുതൽ വർക്ക് എന്ന് പറയുന്നത് എന്തിനാണ്, മെഷീനാണ് വരുന്നത്. അതായത് കമ്പ്യൂട്ടർ നമ്മൾ കുറേ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്താണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാംഗ്വേജ് പ്രോസസ്സർ ഓർ ദ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ്. ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് മെഷീന് മനസ്സിലാവുന്നത് മെഷീൻ കോഡ് മാത്രമാണ് അല്ലേ. അതായത് മെഷീൻ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതാണ് മെഷീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. യൂസേഴ്സായ നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്യുന്നത് എന്താണ്, പ്രോഗ്രാമറിന് കുറച്ചുകൂടി ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ലാംഗ്വേജസാണ്. അപ്പോൾ ഈ ലാംഗ്വേജിനെ നമുക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. അതായത് മെഷീൻ റീഡബിൾ ഫോമിനകത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസിനെയാണ് എന്ത് പറയുന്നത്, ലാംഗ്വേജ് പ്രോസസ്സർ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ടും 3 ടൈപ്പ് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ് ആണുള്ളത്. അസംബ്ലർ, ഇൻ്റർപ്രിറ്റർ ആൻഡ് കമ്പൈലർ. ഇതാണ് 3 ടൈപ്പ് ട്രാൻസ്ലേറ്റർ പ്രോഗ്രാംസ്. ഇതിൽ അസംബ്ലർ എന്ന് പറയുന്നത്, അസംബ്ലർ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജിലുള്ള കോഡുകൾ, അസംബ്ലി ലാംഗ്വേജ് കോഡിനെ അസംബ്ലർ ഉപയോഗിച്ചിട്ട് എന്തിനകത്തേക്ക് മാറ്റുന്ന മെഷീൻ കോഡായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാംസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, അസംബ്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രിറ്റർ, ദിസ് 2 യൂസ് ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാംസിനെ അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഷീൻ കോഡിലേക്ക്. ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം 4th generation ആൻഡ് 5th generation ലാംഗ്വേജസിനകത്തെല്ലാം എന്ത് ഉപയോഗിക്കുന്നത്, കമ്പൈലേഴ്സ് ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ് ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പൈലർ എന്ന് പറയുന്നത് ഒരു സോഴ്സ് കോഡിനെ, സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ മെഷീൻ കോഡ് അല്ലാതെ, മെഷീൻ കോഡ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് കോഡ് അല്ലാതെ എഴുതിയിരിക്കുന്ന കോഡിനെ മെഷീൻ റീഡബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, കമ്പൈലർ ഓർ ഇൻ്റർപ്രിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കമ്പൈലറും ഇൻ്റർപ്രിറ്ററും ഹൈ ലെവൽ ലാംഗ്വേജിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഇൻ്റർപ്രിറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിംഗിൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. കമ്പൈലർ ആണെങ്കിൽ ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ ഹോൾ പ്രോഗ്രാം കംപ്ലീറ്റ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഫസ്റ്റ് റീഡ് ദ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ആൻഡ് ദെൻ ട്രാൻസ്ലേറ്റ് ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ പ്രോഗ്രാം. അപ്പോൾ കമ്പൈലർ ഇൻ്റർപ്രിറ്ററിൻ്റെ കേസിൽ ഇറ്റ് റീഡ്സ് ദ ഓൺലി 1 സ്റ്റേറ്റ്മെൻറ്റ്, അതായത് 1 ലൈൻസ്, ഒരു ലൈനാണ് ആദ്യം അത് റീഡ് ചെയ്യുന്നത്, ദെൻ ഇറ്റ് കൺവേഴ്സ് ദാറ്റ് ലൈൻ. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇൻ്റർപ്രിറ്ററിലാണെങ്കിൽ നമുക്ക് എറേഴ്സ് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാകും, കാരണം ഏത് ലൈനിലാണോ അത് ചേഞ്ച് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്, ആ ലൈനിൽ എറേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ എറർ കാണിക്കും, ബാക്കി ലൈൻസിലൊന്നും എന്ത് ചെയ്യില്ല, കൺവേർട്ട് ചെയ്യില്ല. കമ്പൈലറിൻ്റെ കേസിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ എറേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ 1 by 1 ആയിട്ട് എറേഴ്സ് കറക്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, ദെൻ കമ്പൈലറിൻ്റെ കേസിൽ ഇറ്റ് ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് കോഡ്. ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യും, ഒബ്ജക്റ്റ് കോഡ് ആൻഡ് ആൻ എക്സിക്യൂട്ടബിൾ കോഡ്. It creates an object code and an executable code. But in the case of interpreter, it doesn't create
create a permanent executable code. Doesn't create permanent executable code. Permanent ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടബിൾ കോഡ് ഇത് എന്തെയില്ല ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബട്ട് ആ കമ്പൈലർ ഇറ്റ് ക്രിയേറ്റ് എ പെർമനന്റ് ഒബിജെ എക്സ്റ്റൻഷൻ ഉള്ള ഒരു ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്റർപ്രറ്ററിന്റെ കേസിൽ ഇറ്റ് കനോട്ട് ക്രിയേറ്റ് എ പെർമനന്റ് എക്സിക്യൂട്ടബിൾ കോഡ്. ഇറ്റ് ക്രിയേറ്റ് എ ലൈൻ ബൈ ലൈൻ കൺവേർഷൻസ് ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ. ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. മെയിൻ ആയിട്ട് ബേസിക് കമ്പാരിസൺ ഡിപ്പെൻസ് ഓൺ ഇൻപുട്ട് വാല്യൂസ്. ഇൻപുട്ട് വാല്യൂ വെച്ചിട്ടാണെങ്കിൽ കമ്പൈലറിന്റെ ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്ന സോഴ്സ് പ്രോഗ്രാമാണ്. ഇറ്റ് ടേക്സ് an entire program at a time, but in the case of interpreter it takes a single line of code or instruction at a time. Then output എന്ന് പറയുന്നത് it generates an intermediate object code, but in the case of interpreter it doesn't produces an intermediate object code. Working mechanism for compiler is a compilation is done before execution. Interpreter compilation and execution take place simultaneously. അതായത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉടനെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ കമ്പൈലറിന്റെ കേസിൽ അത് കമ്പൈലേഷൻ കംപ്ലീറ്റ് ചെയ്യും, ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യും. സ്പീഡ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ആണ് കമ്പൈലറിൽ, ഇന്റർപ്രറ്ററിന്റെ കേസിൽ സ്ലോവർ ആണ്. Then memory usage is greater than compiler കേസിൽ it use more memory than interpreter. കാരണം അതൊരു ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒബ്ജക്റ്റ് കോഡിനുള്ള സ്പേസ് കൂടി യൂസ് ചെയ്യേണ്ടി വരും. ഈ ഒരു കേസിൽ ഇന്റർപ്രറ്ററിന്റെ കേസിൽ അങ്ങനെയൊന്നും വരുന്നില്ല. ഡിസ്പ്ലേ ഓൾ എറേഴ്സ് ആഫ്റ്റർ കമ്പൈലേഷൻ ഓൾ അറ്റ് ദ സെയിം ടൈം. കമ്പൈലേഷന് ശേഷമാണ് എറേഴ്സ് കാണിക്കുന്നത്. ഇന്റർപ്രറ്ററിന്റെ കേസിൽ ദ ഡിസ്പ്ലേ എറേഴ്സ് ഓഫ് ഈച്ച് ലൈൻ 1 by 1. ഓരോ ലൈന് കൺവേർട്ട് ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഓരോ ലൈൻ കൺവേർട്ട് ചെയ്യുമ്പോഴും അതിനകത്തുള്ള എറേഴ്സ് കാണിക്കും. ഓക്കെ, എറർ ഡിറ്റക്ഷൻ ഡിഫിക്കൽട്ടാണ് കമ്പൈലറിന്റെ കേസിൽ, ഇന്റർപ്രറ്ററിന്റെ കേസിൽ കുറെ കൂടി ഈസിയാണ്. ദെൻ C++, C# ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെയാണ് ലാംഗ്വേജസ് ഒക്കെയാണ് കമ്പൈലേഴ്സ് യൂസ് ചെയ്യുന്നത്. PHP, Perl, Pythonലൊക്കെ ഇന്റർപ്രറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് കമ്പൈലർ. കമ്പൈലറിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈലറിൽ മെയിനായിട്ട് വരുന്നത് ലെക്സിക്കൽ അനലൈസർ ഉണ്ട്, സിൻടാക്സ് അനലൈസർ. ലെക്സിക്കൽ അനലൈസർ എന്ന് പറഞ്ഞാൽ കമ്പൈലറിന്റെ ഒരു പാർട്ടാണ്. ഇറ്റ് സ്കാൻസ് ദ കോഡ് ആസ് എ സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ്, ഗ്രൂപ്പ് the sequence of characters into lexemes and output the sequence of tokens with reference to programming language. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ബേസ് ചെയ്തിട്ട് ടോക്കൺസ് ആയിട്ട്, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ആ ക്യാരക്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യും, ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യലാണ് ലെക്സിക്കൽ അനലൈസറിന്റെ ഡ്യൂട്ടി. Then syntax analyzer the tokens lexical analyzer create ചെയ്തിരിക്കുന്ന ടോക്കൺസ്, ജനറേറ്റ് ചെയ്തിരിക്കുന്ന ടോക്കൺസിനെ എന്ത് ചെയ്യും, അത് സിൻടാക്റ്റിക്കലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. സിൻടാക്റ്റിക്കലി കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ ഉപയോഗിക്കുന്നത് ആ ലാംഗ്വേജിന്റെ ഗ്രാമർ പ്രകാരം അത് കറക്റ്റ് ആണോ, ആ ഗ്രാമറിൽ അത് യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാമറിനകത്തുള്ള ടോക്കൺസ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്ര കാര്യങ്ങളാണ് സിൻടാക്സ് അനലൈസർ നോക്കുന്നത്. The next one, semantic analyzer. It verifies whether the expression or statements generated in the previous phase follows the rule of programming language. അതായത് ഇവിടെ നമ്മൾ ഓരോ ടോക്കൺസും എന്താണ് ലാംഗ്വേജ് പ്രകാരമുള്ളത് തന്നെയാണെന്ന് ചെക്ക് ചെയ്തു. ദെൻ അത് ഓക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഓർ എക്സ്പ്രഷൻസ് ജനറേറ്റ് ചെയ്യും. ആ എക്സ്പ്രഷൻസ് കറക്റ്റ് ആയിട്ടാണോ ഉള്ളതെന്ന് സിമാന്റിക് അനലൈസറിൽ നോക്കും. The next one, intermediate code generator. അതായത് ഈ 3 ഫേസും ഓക്കെ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന എന്താണ്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് കോഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇറ്റ് ജനറേറ്റ് ആൻ ഇക്വലന്റ് ഇന്റർമീഡിയറ്റ് കോഡ് ഓഫ് ദ സോഴ്സ് കോഡ്. There are many representation of intermediate code and the 3 address code is used most widely. Then കോഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള റിഡൻഡൻസീസ് എല്ലാം എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒപ്റ്റിമൈസേഷൻ ആണ് കോഡ് ഒപ്റ്റിമൈസറിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള കോഡിനെ ഒരു ഫൈനൽ കോഡ് ജനറേറ്റ് ചെയ്യാണ്. കോഡ് ജനറേറ്ററിൽ അതായത് EXE കോഡ് ജനറേറ്റ് ചെയ്യും. ദിസ് ഈസ് ദ ഫൈനൽ ഫേസ് ഓഫ് ദ കമ്പൈലർ ഇൻ വിച്ച് ദ ടാർഗറ്റ് കോഡ് ഫോർ എ പെർട്ടിക്കുലർ മെഷീൻ ഈസ് ജനറേറ്റഡ്. ഏത് മെഷീനാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ മെഷീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടബിൾ കോഡ് ക്രിയേറ്റ് ചെയ്യും. It performs operations like memory management, register assignment,
മെഷീൻ സ്പെസിഫിക് ഒപ്റ്റിമൈസേഷൻ, ഇതെല്ലാമാണ് എന്തിന് ചെയ്യുന്നത് കോഡ് ജനറേറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കമ്പൈലർ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ പഠിക്കാനുണ്ടാവും. അപ്പോൾ ജസ്റ്റ് കമ്പൈലർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വർക്കിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം റൈറ്റിംഗ് ആൻഡ് എക്സിക്യൂഷൻ. ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്കുള്ള വഴികളാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാം റൈറ്റ് ആൻഡ് എക്സിക്യൂഷനിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രോഗ്രാം എഴുതണം അല്ലേ. എന്തിനുള്ള പ്രോഗ്രാമാണോ ആ പ്രോഗ്രാം നമ്മൾ റൈറ്റ് ചെയ്യുകയാണ് എന്തിന് ചെയ്യുന്നത്, പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് റൈറ്റ് ചെയ്യും ബൈ യൂസിങ് എ എഡിറ്റർ സോഫ്റ്റ്വെയർ. ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ആ സോഴ്സ് കോഡിൽ നിന്ന് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് കോഡ്. ഒബ്ജക്റ്റ് കോഡിനെ എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് കോഡിൽ നിന്ന് ലിങ്കർ ഉപയോഗിച്ച് ലിങ്ക് ചെയ്യണം. കാരണം നമ്മൾ ഇപ്പം C പ്രോഗ്രാമിൻ്റെ കേസിലാണെങ്കിൽ ഹെഡർ ഫയൽസ് എല്ലാം ഇതിൻ്റെ കൂടെ ലിങ്ക് ചെയ്യേണ്ടി വരും. ദെൻ ലിങ്ക് ചെയ്ത് നമ്മളവിടെ ഒരു ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്ത് അതിന് ശേഷം, അതായത് ഒബ്ജക്റ്റ് കോഡിൻ്റെ കൂടെ ഈ വാല്യൂസ് എല്ലാം ലിങ്ക് ചെയ്തതിന് ശേഷം ഒരു എക്സിക്യൂട്ടബിൾ കോഡ് ക്രിയേറ്റ് ചെയ്യും, അതിനെ ലോഡ് ചെയ്യണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ലോഡിങ്. അപ്പോൾ സോഴ്സ് കോഡ് ഉണ്ട്, ഒബ്ജക്റ്റ് കോഡ് ഉണ്ട്, ഒബ്ജക്റ്റ് കോഡിനെ ലിങ്ക് ചെയ്യുകയും ദെൻ എന്ത് ചെയ്യുന്നു, ലോഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ സ്റ്റെപ്സ് ഒന്നുകൂടി നോക്കാം. സോഴ്സ് കോഡ് റൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ടൈപ്പ് ദ കോഡ്, അതായത് നമുക്ക് കോഡിൻ്റെ എന്താണെന്നുള്ള സോഴ്സ് കോഡ് എന്താണെന്നുള്ള ടൈപ്പ് ചെയ്യണം യൂസിങ് എൻ എഡിറ്റർ പ്രോഗ്രാം. ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ TC ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് സിയുടെ കേസിൽ TurboC ആണെങ്കിൽ, TurboC എന്ന് പറയുന്നത് കമ്പൈലറിൻ്റെ കൂടെ തന്നെ എഡിറ്റർ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, TCയുടെ IDE ഉപയോഗിച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് സോഴ്സ് കോഡ് ഡാറ്റാസ് ടൈപ്പ് ചെയ്യണം. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ സോഴ്സ് കോഡിനെ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഒരു ഫയൽ നെയിം ഉപയോഗിച്ചിട്ട് അതിനെ സേവ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം അപ്പം നമ്മൾ ടൈപ്പ് ചെയ്തു, ദെൻ അതിനെ സേവ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനെ കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യണം പ്രോഗ്രാമിനെ. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിൻടാക്സ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിൻടാക്സ് എറേഴ്സ് കാണിക്കും. ആ സിൻടാക്സ് എറേഴ്സിനെ നമ്മൾ ചെക്ക് ചെയ്യണം, ലുക്ക് ഫോർ എറേഴ്സ്. സിൻടാക്സ് എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്പൈലേഷൻ ടൈമിലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ആ എറേഴ്സിനെല്ലാം കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യാനുള്ള ഓപ്പറേഷനാണ് എന്ത് പറയുന്നത്, ഡീബഗിങ് ഓപ്പറേഷൻ. ടു ഡീബഗ് എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ബഗ്സ്, ബഗ് എന്ന് പറഞ്ഞാൽ എറേഴ്സ് എന്നാണ് മീനിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡീബഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്, അതായത് എറേഴ്സ് നല്ല സക്സസ്ഫുൾ ആയിട്ട് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ലിങ്ക് ദ ഒബ്ജക്റ്റ് കോഡ് ടു പ്രൊഡ്യൂസ് എൻ എക്സിക്യൂട്ടബിൾ കോഡ്. ഒബ്ജക്റ്റ് കോഡിനെ ലിങ്കർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ബാക്കി കോഡുകളെല്ലാം ആഡ് ചെയ്തിട്ട് ഒരു എക്സിക്യൂട്ടബിൾ കോഡ് ഉണ്ടാക്കുന്നു. ദെൻ എക്സിക്യൂട്ടബിൾ കോഡിനെ ലോഡ് ചെയ്യുന്നു. ലോഡർ ഉപയോഗിച്ചിട്ട് ലോഡ് ചെയ്യും, ദെൻ അതിനെ എക്സിക്യൂട്ട് ചെയ്യും. ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു പ്രോഗ്രാമിങ്ങിനകത്ത് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാം റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സേവ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, എറേഴ്സ് ഉണ്ടെങ്കിൽ എറേഴ്സ് കറക്റ്റ് ചെയ്യുക, ദെൻ ലിങ്ക് ചെയ്തിട്ട് ഒബ്ജക്റ്റ് കോഡിനെ ലിങ്ക് ചെയ്തതിന് ശേഷം ഒരു എക്സിക്യൂട്ടബിൾ കോഡ് ഉണ്ടാക്കുക. ആ എക്സിക്യൂട്ടബിൾ കോഡിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ലോഡേഴ്സ് ഉപയോഗിച്ചിട്ട് അതിനെ ലോഡ് ചെയ്യുന്നു, ദെൻ അത് എക്സിക്യൂട്ട് ചെയ്തു റൺ ചെയ്യും. ഇത്ര കാര്യം. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം ഡോക്യുമെന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരാനുള്ളത് പ്രോഗ്രാമിൻ്റെ ഡോക്യുമെന്റേഷൻ ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ഈ പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാംസ് എഴുതിയത്. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ഒക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ആ സോഫ്റ്റ്വെയറിനകത്ത് എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഓരോ മൊഡ്യൂൾസും എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡോക്യുമെൻ്റ് ചെയ്യാം. അപ്പോൾ ഭാവിയിൽ ആ ഒരു പ്രോജക്റ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ അതിൻ്റെ ഓരോ മോഡ്യൂൾസും എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡിഫിക്കേഷൻസ് എളുപ്പമായിരിക്കും. ഓക്കെ, any written text, illustrate or video that describe the software program to its user is called program or software documentation.
അപ്പം പ്രോഗ്രാമോ സോഫ്റ്റ്വെയർ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ ഏത് പ്രോഗ്രാം ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഡോക്യുമെന്റ് ചെയ്തിട്ട് ഒരു ഫയൽ ഉണ്ടാവും. ഒന്നെങ്കിലും ഒരു ടെക്സ്റ്റ് ഫയലായിരിക്കും അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് എന്ത് പറയാം, ഡോക്യുമെന്റ്സ് എന്ന് പറയാം. In modular programming, documentation becomes even more important because different modules of the software are developed by different teams. If anyone other than the development team wants to need to understand a module, good and detailed documentation will make the task easier. Okay, these are the some guidelines for creating the documents. Documentation should be from the point of view of the reader. നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുമ്പം അത് പ്രോഗ്രാമറിന്റെ വ്യൂവിലായിരിക്കരുത്, ആരാണോ ആ ഒരു ഇത്, അതായത് ലോജിക്, ഒരു പ്രോഗ്രാമിന്റെ ലോജിക്ക് അതെങ്ങനെയാണ് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം കറക്റ്റായിട്ട് ഒരു റീഡറിന്റെ ലെവലിൽ വേണം നമ്മളത് റൈറ്റ് ചെയ്യാൻ. ഡോക്യുമെന്റ് ഷുഡ് ബി അൺആംബിഗസ്. അൺആംബിഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന രീതിയിലുള്ള ഡോക്യുമെന്റേഷൻ പാടില്ല. There should be no repetition and industry standards should be used. Documents should always be updated. Any outdated document should be phased out after due recording of the phase out. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഒരു സോഫ്റ്റ്വെയറിനെ മോഡിഫിക്കേഷൻ നടത്തുമ്പോൾ മോഡിഫൈ ചെയ്തതിന് ശേഷം അതിനെ ഡോക്യുമെന്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന ഡോക്യുമെന്റ്സിന് നമ്മൾ എന്താണ് ഔട്ട്ഡേറ്റഡ് ആയിരിക്കും, കാരണം അതിൽ പറഞ്ഞ പോലെ ആയിരിക്കണം എന്നല്ലേ ഇനി ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണം. ഓക്കെ, മെയിനായിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് there are some advantages of providing program documentation are keep track of all parts of the software or program, maintenance is easier, programmers other than the developer can understand all aspects of software, improves overall quality of the software, assist in user training and ensure knowledge decentralization, cutting cost and effort if people leave the system appropriately. Next are examples of documents. A software can have many types of documents associated with it. Some of the important ones includes user manual. It describes the instructions and procedure for end users to use the different features of the software. Operational manual. It lists and describes all the operations being carried out and their interdependencies. അതായത് ഓപ്പറേഷൻ മാനുവലുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ എല്ലാ ഓപ്പറേഷൻസും എന്തൊക്കെയാണ്, ഓരോ ഓപ്പറേഷൻസും തമ്മിലുള്ള ഡിപ്പെൻഡൻസീസ് എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. അതിനാണ് ഓപ്പറേഷണൽ മാനുവൽ എന്ന് പറയുന്നത്. യൂസർ മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എൻഡ് യൂസേഴ്സ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. The next design document. It gives an overview of the software and describes design elements in detail. It documents details like data flow diagrams, entity relationship diagrams, etc. ഡിസൈൻ ഡോക്യുമെന്റിനകത്ത് നമ്മൾ യൂസ് ചെയ്ത സോഫ്റ്റ്വെയറിനകത്ത്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്താണോ അതിൻ്റെ ലോജിക്സിന് അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോയെ റിപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്രാംസിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് എന്ത് കൊടുക്കുന്നത്, ഡിസൈൻ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ഡിസൈൻ ഡോക്യുമെന്റ്സിനകത്ത് മെയിൻ ആയിട്ട് ഡീറ്റെയിൽസ് ലൈക്ക് ഡാറ്റ ഫ്ലോ ഡയഗ്രാംസ്, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാംസ്, അങ്ങനെയുള്ള ക്ലാസ് ഡയഗ്രാംസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഡിസൈൻ ഡോക്യുമെന്റിനകത്ത് വരുന്നത്. നെക്സ്റ്റ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ്. റിക്വയർമെന്റ് ഡോക്യുമെന്റ്സിനകത്ത് മെയിൻ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സിനെ പറ്റിയിട്ടായിരിക്കും. It has a list of all the requirements of the system as well as analysis of viability of the requirements. It can have user cases, real life scenarios, etc. Okay. Technical documentation. It is a documentation of actual programming components like algorithm, flowchart, program, codes, functional modules, etc. Testing documents. It records the test plan, test cases, validation plan, verification plan, test results, etc. Test is one phase of the software development that needs intensive documentation. ടെസ്റ്റിംഗ് ഡോക്യുമെന്റിനകത്ത് ഓരോരോ ടെസ്റ്റ് നടത്തിയത്, അതായത് ആൽഫബീറ്റ ടെസ്റ്റുകൾ, അങ്ങനെയുള്ള ഓരോ കേസിൽ വരുന്ന ടെസ്റ്റുകൾ, ആ ടെസ്റ്റിന്റെ റിസൾട്ട്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ടെസ്റ്റ് ഡോക്യുമെന്റിലുള്ളത്. ലിസ്റ്റ് ഓഫ് നോൺ ബഗ്സ്.
Every software has a bugs or errors that cannot be removed because either they were discovered very late or are harmless or will take more effort and time than necessary to rectify. These bugs are listed with the program documentation so that they may be removed at a later date. Also, they help the users, implementers and maintenance people if the bug is activated. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമ്മൾ അറിയുന്ന വലിയ ഹാർംഫുൾ അല്ലാത്ത ബഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം ഒരു ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുകയാണ്, പ്രോഗ്രാമിനകത്ത് 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്നതിൽ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, A/B ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ബിയുടെ വാല്യൂ ഒരിക്കലും 0 ആവാൻ പാടില്ല. 0 ആയി കഴിഞ്ഞാൽ അവിടെ എറേഴ്സ് വരും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടീഷൻ നമ്മൾ പ്രോഗ്രാമിൽ ചെക്ക് ചെയ്തിട്ടില്ല. ഒരു സിമ്പിൾ പ്രോഗ്രാമിൻ്റെ കേസാണ് പറയുന്നത്, സോഫ്റ്റ്വെയറിൻ്റെ അല്ല. അപ്പോൾ ആ ഒരു ബി എന്ന് പറയുന്ന വേരിയബിളിൽ 0 എന്നുള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് മെസ്സേജ് ചെയ്യണമെന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ബിയിലേക്ക് 0 വാല്യൂനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ എറേഴ്സ് കാണിക്കും. അപ്പോൾ ആ ഒരു എററിനെ, അതായത് ലോജിക്കൽ എററാണ് അവിടെ വരുന്നത്, ആ എറേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡോക്യുമെന്റ് ചെയ്യാം. അതായത് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഫോർ ബി എന്നുള്ളത് ഒരിക്കലും 0 ആയിട്ട് എൻ്റർ ചെയ്യരുത്. ആ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ അവിടെ സ്പെസിഫൈ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റ്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ കേസുകൾ യൂസറിന് വേണ്ടിയിട്ട്, ഓപ്പറേഷന് വേണ്ടി, ഡിസൈൻ ഫേസ്, അങ്ങനെ ഓരോരോ കേസിൽ ഡോക്യുമെന്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് എറേഴ്സ്. പ്രോഗ്രാമിലുള്ള വരാവുന്ന എറേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 ടൈപ്പ് എറേഴ്സ് ആണ്. സിൻടാക്സ് എറേഴ്സ്, സിമാന്റിക് എറേഴ്സ് ആൻഡ് ലോജിക്കൽ എറേഴ്സ് വരാം. സിൻടാക്സ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണോ ആ ലാംഗ്വേജിന്റെ ഗ്രാമറിനകത്ത് അതിന് ഒരു പെർട്ടിക്കുലർ വേ ഉണ്ടാവും. അതിനകത്തുള്ള ഓരോ സ്റ്റേറ്റ്മെന്റ്സും ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുണ്ടാവും. നമ്മൾ അവിടെ അതിൽ വരുന്ന മിസ്റ്റേക്സ് ആണ് സിൻടാക്സ് എറേഴ്സ് ആയിട്ട് വരുന്നത്. Semantic errors due to the improper use of program statements. Semantic errors എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഇല്ലാത്ത സമയത്തെല്ലാം ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എറേഴ്സ് വരും. ഇപ്പം if else ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ if കൊടുത്തു, കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള എൽസ് കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കേസിൽ സിമാന്റിക് എറേഴ്സ് വരും. Then logical errors due to the fact that the specification is not respected. Logical errors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്കൽ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ 0 കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്നത്, അത് ശരിക്കും ഒരു ലോജിക്കൽ എററാണ്. നമ്മൾ അങ്ങനെ ഒരു ലോജിക്കിനെ പറ്റി നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ട് വരുന്ന എറേഴ്സാണ് ലോജിക്കൽ എറേഴ്സ്. ഈ സിമാന്റിക് എറേഴ്സും കുറേയൊക്കെ തന്നെ ലോജിക്കൽ എറേഴ്സ് ഉണ്ട്. ലോജിക്കിൽ വരുന്ന എറേഴ്സായിട്ട് സിമാന്റിക് എറേഴ്സും ഉണ്ടാവും. സിൻടാക്സ് എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിന് ഗ്രാമറിൽ വരുന്ന മിസ്റ്റേക്കാണ്. നമ്മൾ കൊടുക്കുന്ന ഗ്രാമർ, അതായത് പ്രോഗ്രാമോ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് അല്ലാതെ വരുന്നതിനാണ് സിൻടാക്സ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേസ് ഓഫ് എറേഴ്സ് അല്ലാതെ നമുക്ക് പറയാവുന്നത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് കമ്പൈൽ ചെയ്യുന്ന ടൈമിലും വരുന്ന എറേഴ്സ് ആയിട്ട് പറയാം. കമ്പൈൽ ടൈം എറേഴ്സ്. കമ്പൈൽ ടൈം എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് സ്റ്റാറ്റിക് syntax errors are. Syntax errors and static semantic errors indicated by the compiler. Syntax errors and static semantic errors. Static semantic error എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തതിൽ വരുന്ന, അതായത് പ്രോഗ്രാം എഴുതിയപ്പോൾ വന്നിരിക്കുന്ന മിസ്റ്റേക്സ് ആണ് സ്റ്റാറ്റിക് സെമാന്റിക് എറേഴ്സ്. അത് ഡൈനാമിക് സെമാന്റിക് എറേഴ്സ് ആണെങ്കിൽ റൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരാവുന്ന എറേഴ്സിനെയാണ് ഡൈനാമിക് സെമാന്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ലോജിക്കൽ എറേഴ്സ് ദാറ്റ് കനോട്ട് ബി ഡിക്റ്റേറ്റഡ് ബൈ ദ കമ്പൈലർ. ഈ ലോജിക്കൽ എറേഴ്സ് ആൻഡ് ഡൈനാമിക് സെമാന്റിക് എറേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ വാല്യൂവിന് കാരണം ഉണ്ടാകുന്ന എറേഴ്സ് ആയിരിക്കാം, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കൊടുക്കാത്തതുകൊണ്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ പ്രോപ്പർ ടൈപ്പ് അല്ലാത്തതുണ്ടാവാം. അങ്ങനെയുള്ള കേസുകളാണ് എന്താ റൺ ടൈം എറേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ, കമ്പ്യൂട്ടർ ലാംഗ്വേജ് നമുക്കറിയാവുന്ന ഒരു ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഒരു ബെസ്റ്റ് പ്രോഗ്രാം ആവുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, പോർട്ടബിലിറ്റി.
പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് എൻ ആപ്ലിക്കേഷൻ ടു റൺ ഓൺ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം. ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒന്നുകിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉണ്ടായിരിക്കും. അതായത് നമ്മളൊരു ലിനക്സ് സിസ്റ്റത്തിനകത്ത് എഴുതിയിരിക്കുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അതിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് വിൻഡോസ് സിസ്റ്റത്തിനകത്ത് ചെയ്യാൻ പറ്റും. ഓരോരോ വേർഷൻസ് ഡിഫറെൻ്റ് ആകുമ്പം ആ വേർഷനിലെല്ലാം അത് സപ്പോർട്ട് ചെയ്ത് പോവുക. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ പ്രോഗ്രാംസിനെ യൂസ് ചെയ്യാൻ പറ്റും. അതല്ല നമ്മളൊരു പെർട്ടിക്കുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ലിമിറ്റഡ് ടു ദാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ പോർട്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ആണ്. അതുപോലെ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മൈക്രോ പ്രോസസ്സർ ഉള്ള സിസ്റ്റത്തിന് വേണ്ടി മാത്രം എഴുതിയിരിക്കുന്ന പ്രോഗ്രാം അപ്പോൾ മറ്റു സിസ്റ്റത്തിനകത്ത് അത് വർക്ക് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അതായത് എല്ലാ സോഫ്റ്റ്വെയർ ഫീൽഡാണെങ്കിലും ഹാർഡ്വെയർ ഫീൽഡാണെങ്കിലും പെട്ടെന്നാണ് അതിനകത്ത് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ സോഫ്റ്റ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ആണ് നമ്മളൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഹാർഡ്വെയറിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് നമുക്ക് ഏത് സിസ്റ്റത്തിലേക്ക് വേണമെങ്കിലും അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് എഴുതാം. അതിനാണ് പോർട്ടബിൾ എന്ന് പറയുന്നത്, പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ നമുക്ക് പറയുന്നത് റീഡബിലിറ്റിയാണ്. റീഡബിലിറ്റി മീൻസ് നമുക്ക് പ്രോഗ്രാംസ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് നിങ്ങൾ എഴുതുന്നത് അത് നമുക്ക് പല രീതിക്ക് എഴുതാം. ചില ആളുടെ ബുക്കിൽ വളരെ നീറ്റായിരിക്കും, പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിക്കായിരിക്കും അവർ എഴുതിയിട്ടുണ്ടാവുക. അതിൽ ഹെഡിങ്സിനൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് അവർ എഴുതിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആ ബുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് വായിക്കാമെന്ന് തോന്നാം. പെട്ടെന്ന് പോയിന്റ്സ് ആയിട്ട് വേറെ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇതേ രീതിയിൽ പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാംസ് വേണമെങ്കിൽ ഇപ്പോൾ സി പ്രോഗ്രാം ആണെങ്കിൽ സി പ്രോഗ്രാമിന് ഇൻഡന്റേഷൻ ഇല്ല. അതായത് പൈത്തണിലൊന്നും പറയുന്ന പോലെ ഒരു പെർട്ടിക്കുലർ എത്ര സ്പേസ് വിട്ടിട്ട് വേണം ഓരോ കാര്യങ്ങൾ എഴുതാന്നുള്ള ആ ഒരു രീതിയിൽ ഇൻഡന്റേഷൻ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല, സി പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കതിന് റീഡബിലിറ്റിക്ക് വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇൻഡന്റേഷൻ ഉപയോഗിക്കാം. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ. അപ്പം വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഫോർ ലൂപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബ്രേസ് യൂസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ആ ഒരു ബ്ലോക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സാറിന് ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ വന്നിരിക്കുന്നതിനെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊരു 1-2 സ്പേസ് മാറ്റിയിട്ട് അതിനെ റൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കത് വൃത്തിയായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ റീഡബിലിറ്റി എന്ന് പറയുന്ന എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസ് ക്ലിയർ ആയിരിക്കണം, മനസ്സിലാവണം. അതുപോലെ നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന മെസ്സേജുകൾ ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് സീനിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ പ്രിൻ്റ് അല്ലെങ്കിൽ C++ലാണ് സി ഔട്ട്, അതിനകത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന കമൻസ് എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രിങ്സ്, കമൻസ് അല്ല സ്ട്രിങ്സ് എന്താണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് കറക്റ്റ് മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻപുട്ട് എ നമ്പർ എന്ന് പറയാം. ഇൻപുട്ട് എ നമ്പർ എന്നുള്ളതിന് പകരം ജസ്റ്റ് NO എന്ന് കൊടുക്കാം. നമ്പർ എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് എൻ്റെ NO. അപ്പോൾ പെട്ടെന്ന് അത് മനസ്സിലാവണമെന്നില്ല എൻ്റെ NO എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ല, അല്ലെങ്കിൽ വെറും NO അല്ലെങ്കിൽ എൻ്റെ A ഓർ എൻ്റെ B എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ റീഡബിൾ ആയിട്ടുള്ള, അതായത് എൻഡ് യൂസേഴ്സിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ വളരെ നീറ്റായിട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, റീഡബിലിറ്റി എന്ന് പറയുന്നത്. ദ പ്രോഗ്രാം ഷുഡ് ബി റിട്ടേൺ ഇൻ സച്ച് എ വേ ദാറ്റ് it makes other programmers or users to follow the logic of the program without much effort. If a program is written structurally, it helps the programmers to understand their own programs in a better way. Even if some computational efficiency need to be sacrificed for better readability, it is advisable to use more user-friendly approach unless the processing of an application is of utmost importance. ഇപ്പോൾ വേണം നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമുക്കൊരു സി പ്രോഗ്രാമാണ്. റീഡബിലിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ഇപ്പം നമുക്ക് എങ്ങനെ ഒരു സി പ്രോഗ്രാമിനെ എഴുതാം. ഈ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. അപ്പം ജസ്റ്റ്
എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇതിനകത്ത് സക്സസ് ആണ്, എറേഴ്സ് ഒന്നുമില്ല. പക്ഷെ നിങ്ങൾക്കിത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ ഈ പ്രോഗ്രാം എന്തിനാണ് എങ്ങനെയാണെന്നുള്ളത്? അപ്പോൾ ഇത് എന്തല്ല, നമ്മൾ ഒരു പ്രോപ്പർ വേയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ വേയിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ടില്ല. അത് എല്ലാത്തിനും ഒന്ന് കറക്റ്റായിട്ട് പുതുക്കി വെച്ചിട്ടില്ല, തോന്നിയ പോലെ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇൻഡ് കൊടുത്ത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൂടി ഒന്നിച്ച്. അപ്പോൾ പൊതുവേ നമ്മൾ സിയിൽ ചെയ്യാറ് എന്താണ്, ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഓരോ ലൈനിലായിട്ടാണ് ചെയ്യുക. അതായത് അപ് ടു ഒരു സെമിക്കോളം വരെ ഒരു ലൈനിൽ, ദെൻ ബാക്കി നെക്സ്റ്റ് ലൈൻ ആ രീതിയിൽ. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, നമുക്ക് ഈ പ്രോഗ്രാം റൺ ചെയ്യും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇനി ഇതേ പ്രോഗ്രാമിനെ തന്നെ വേറെ ഒന്നുകൂടി കാണിക്കാം. സെയിം പ്രോഗ്രാം തന്നെ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു രീതിയിൽ. അങ്ങനെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ഓരോന്നും ഓരോ ലൈൻസിലായിട്ട്. ദെൻ നമ്പർ ഓഫ് നമ്പേഴ്സ് റീഡ് ചെയ്ത് ഫോർ ലൂപ്പ് വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്ത്, ഫോർ ലൂപ്പിനുള്ളിലുള്ള ഓരോ കാര്യത്തിന് ഇൻഡൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്പേസ് വിട്ടിട്ട്. പിന്നെ സ്പേസ് നിർബന്ധമില്ല, പക്ഷെ കാണുമ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ഫോർ ലൂപ്പിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ആ ഫോർ ലൂപ്പിനുള്ളിൽ ഒരു ഈഫ് ഉണ്ടെന്നും ആ ഈഫിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ദെൻ ഫോർ ലൂപ്പ് എവിടെയാണ് ക്ലോസ് ചെയ്തത്, ഇതെല്ലാ കാര്യം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നെ നോക്കൂ, ഇതിൻ്റെ താഴെ ഫോർ ലൂപ്പിനല്ലാതെ പുറമെ വരുന്നത്, ദെൻ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷനിലുള്ള കണ്ടന്റ്, ഇതെല്ലാം മനസ്സിലാവണുണ്ടല്ലോ. അപ്പം ഇതേ രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ പ്രോഗ്രാമിന് ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്യണം. അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിൽ ഇങ്ങനെ എഴുതണം, ബ്രാഞ്ചിങ് ആണെങ്കിൽ ഇങ്ങനെ, അത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, efficiency. Every program requires certain processing time and memory to process the instructions and data. As the processing power and memory are the most precious resources of a computer, a program should be laid out in such a manner that it utilizes the least amount of memory and processing time. ഇപ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുന്നതെല്ലാം വളരെ സിമ്പിൾ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എക്സ്ട്രാ വേരിയബിൾസ് യൂസ് ചെയ്താലും അതുപോലെ എക്സ്ട്രാ പ്രോസസ്സിങ് സ്റ്റെപ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടൈമിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മളൊരു വലിയ പ്രോജക്റ്റൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് ഒരു നമ്പർ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്പർ പ്രൈം ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ നമ്പറിനെ മറ്റു നമ്പേഴ്സ് അതിനേക്കാൾ ലെസ് ആയിട്ടുള്ള നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്ന, എവിടെയെങ്കിലും ഡിവിസിബിൾ അല്ല എങ്കിൽ ഒരു നമ്പർ കൊണ്ടും ഡിവിസിബിൾ അല്ലെങ്കിൽ അതിനെ പ്രൈം ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പ്രോഗ്രാമിനെ എങ്ങനെ എഴുതാം, ഫോർ ലൂപ്പിനകത്താണെങ്കിൽ ഫോർ i = 0, i less than num -1 കൊടുക്കുക. അപ് ടു നമ്പറിനേക്കാൾ ഒരു വാല്യൂ കുറവുള്ള എല്ലാ വാല്യൂസ് വരെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ആ ഒരു പ്രോഗ്രാമിൽ അങ്ങ് ഇത്രയും നമ്പേഴ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ ഏതൊരു നമ്പർ ആണെങ്കിലും അതിൻ്റെ ഹയസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആ നമ്പറാണ്. സെക്കൻഡ് ഹയസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഹാഫാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഏതുവരെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, ഹാഫ് ഓഫ് ദ നമ്പർ വരെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷെ നമ്മൾ ഫുൾ നമ്പർ, ഇപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് നമ്പർ എങ്കിൽ x-1 വരെയുള്ള എല്ലാ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടും. നമുക്ക് അതിൻ്റെ ടൈം കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഒരു പ്രോജക്റ്റിനകത്ത് അതും തൗസൻഡ്സ് ഓഫ് റെക്കോർഡ്സ് ഉള്ള ഒരു കേസിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ എന്ത് വരും, ബുദ്ധിമുട്ടാവും. അതേപോലെ ആവശ്യമില്ലാതെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, ആവശ്യങ്ങൾക്ക് മാത്രം വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാം. ഇതാണ് എഫിഷ്യൻസിയിൽ വരുന്നത്. അതായത് മിനിമം മെമ്മറി സ്പേസ് ആൻഡ് മാക്സിമം സ്പീഡ് ആയിരിക്കണം. പെട്ടെന്ന് ചെയ്ത് കഴിയണം, വളരെ കുറച്ച് മെമ്മറി സ്പേസേ യൂസ് ചെയ്യാവൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, structural. To develop a program, the task must be broken down into a number of subtasks. These subtasks are developed independently, and each subtask is able to perform the assigned job without the help of any other subtask. If a program is developed structurally, it becomes more readable
and the testing and documentation process also gets easier. സ്ട്രക്ചറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം, അതായത് ഒരു വലിയൊരു ടാസ്ക് സോൾവ് ചെയ്യാനാണ് നമ്മളൊരു പ്രോഗ്രാം എഴുതുന്നതെങ്കിൽ അതെല്ലാം കൂടി ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ആ ഒരു പെർട്ടിക്കുലർ ടാസ്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നിടത്തിലുള്ള സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാം. ഇതാണ് സ്ട്രക്ചറിൽ പറയുന്നത്. Okay. The next one, flexibility. A program should be flexible enough to handle most of the changes without having to rewrite the entire program. അതായത് നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം എന്തായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാലഘട്ടത്തിൽ വരുന്ന ചേഞ്ചസ്, ഇപ്പം നമ്മുടെ ഈ വർഷത്തെ MSc സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 14 സ്റ്റുഡൻസ് ആണുള്ളത്. കഴിഞ്ഞ വർഷമായിരുന്ന 21 സ്റ്റുഡൻസ് ആണ്. അപ്പം നമ്മൾ MSc ഫസ്റ്റ് ഇയർ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ, ദെൻ അവരുടെ മാർക്സ്, ഇൻറ്റേർണൽ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്തതിനൊക്കെ വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ 14 സ്റ്റുഡൻസേ ഉള്ളെങ്കിലും 21 സ്റ്റുഡൻസ് ആണെങ്കിലും ആ പ്രോഗ്രാമിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും വരുത്താതെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഓക്കെ, ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് തന്നിരിക്കുന്നത്, അതായത് ഇപ്പം നമ്മളോട് എന്ത് പ്രോബ്ലമാണോ സോൾവ് ചെയ്യാൻ പറഞ്ഞത് അത് അറ്റ് പ്രസൻറ്റ് ഈ സിറ്റുവേഷനിൽ ആ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതോടൊപ്പം നമ്മൾ എന്തുകൂടി ഓർക്കണം, നാളെ അതിലുണ്ടാവാൻ പോണ ചേഞ്ചസ് എന്തൊക്കെയാണ്, എന്തൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് വരാം, അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നു കൂടി നമ്മൾ ഓർത്ത് വെച്ചിട്ട് വേണം പ്രോഗ്രാംസ് എഴുതാൻ, software develop here. Okay, the most of the programs are developed for a certain period and they require modification from time to time. For example, in case of payroll management, as the time progresses, some employees may leave the company while some others may join. Hence, the payroll application should be flexible enough to incorporate all the changes without having to reconstruct the entire application. Okay. അപ്പം മനസ്സിലായില്ലേ? അപ്പം മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അവർക്ക് പോർട്ടബിലിറ്റി, റീഡബിലിറ്റി, എഫിഷ്യൻസി, സ്ട്രക്ചറൽ ആൻഡ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പ്രോഗ്രാംസ് എഴുതുമ്പം ഈ ഓരോ പോയിന്റ്സും മനസ്സിൽ ഓർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ.